ആഷിഖ്, നമ്മൾ ഇന്നലെ സംസാരിച്ചത് NSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. NSSനെ എങ്ങനെയാണ് ഇടതുപക്ഷം നിലവിൽ ചേർത്ത് നിർത്തുന്നത്, NSSനെ എങ്ങനെയാണ് ഒരു എൻ ബ്ലോക്ക് പോലെ ഒരു സാമുദായിക വോട്ട് രൂപീകരണത്തിലേക്ക് ഈ കൃത്യമായി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തി CPM കൊണ്ടുവരുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഈ വിഷയത്തിന് ഒരു അടുത്ത ഘട്ടമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഇതൊരു സംഘടനാ രീതിയിലേക്ക് രൂപീകരിക്കപ്പെടുന്നതും പിന്നീട് അതിൻ്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ലോകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഘടനകൾ പോലെയല്ല, വളരെ എന്താ പറയുക, ഡിപ്ലോമാറ്റിക് മാത്രമല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളെ നേരിടുന്ന ഒരു സമയമായിരുന്നു. അന്ന് ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു സ്വാധീനം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ സമാധാനപരമായി വർഗീയതയുടെയോ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങളുടെയോ കൊലപാതകങ്ങളുടെയോ ഒന്നും രീതിയിലല്ലാതെ വളരെ സമാധാനപരമായ അന്തരീക്ഷം ഒരു പരിധിവരെയെങ്കിലും കേരളത്തിലെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചത്. മാത്രമല്ല, ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സെക്യുലർ സ്പേസിൽ അവരെടുത്ത കുറേ നിലപാടുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടി 10-75 വർഷത്തിന് ഇപ്പുറം നിൽക്കുമ്പോഴും IUMLന് അതിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഇവിടെയുണ്ട്. ആ പൊളിറ്റിക്കൽ സ്പേസ് അവർ എല്ലാ കാലഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം UDFലാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച, ഒന്ന്, പിണറായി വിജയന്റെ സർക്കാർ അടുത്ത ഘട്ടത്തിലും മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി സ്റ്റേറ്റ് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളൊരു ഗതികേടിലേക്ക് പോകും. അപ്പോൾ പോലും BJP ഒരു നിർണായക ഘടകമാവുകയും ഒരു തൂക്ക് മന്ത്രിസഭയുടെ സമാനമായ രീതിയിലേക്ക് അല്ലെങ്കിൽ ബാർഗൈനിങ് കപ്പാസിറ്റിയിലേക്ക് BJP വരും എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായി അത് LDF ക്യാമ്പ് സേഫാണ്, അവരെന്തായാലും ഭരണത്തിലേക്ക് വരും. പക്ഷേ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ IUMLന് താല്പര്യമില്ല എന്ന തരത്തിലൊരു ധ്വനി അത് ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, IUMLനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 15ഓളം സീറ്റുകൾ വിജയിച്ച് കയറിയ, അതായത് ഏറ്റവും അധികം പിണറായി വിജയൻ ഒരു ഓറയുണ്ടായിരുന്ന സമയത്ത് പോലും അവരുടെ സീറ്റുകളെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലൊരു എന്താ പറയുക, ഒരു പൈനിയേഴ്സ് എന്ന രീതിയിൽ ആ സീറ്റുകളെ പിടിച്ചു നിർത്താൻ കോൺഗ്രസിൽ വോട്ട് ചോർച്ചയൊക്കെ ഉണ്ടായപ്പോൾ പോലും അത് ലീഗിനുണ്ടായിട്ടില്ല. അവരത് പ്രത്യക്ഷത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും നിലനിർത്തുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ UDFൽ ലീഗ് ഇല്ലെങ്കിൽ പിന്നെ UDF ഇല്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം, ലീഗിന്റെ പരമോന്നത നേതാവ് പാണക്കാട് മുഹമ്മദ് ശിഹാബ് അലി തങ്ങൾ ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സാഹിത്യ ഉത്സവത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിലെ പ്രസക്ത ഭാഗത്തിൽ ലീഗിന് ഇത്തവണ നയിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കുമെന്നും മാത്രമല്ല ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചുകൂടാഴികയില്ല എന്നും പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര കോൺഫിഡൻസോട് കൂടി അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ എന്തോ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട് തരത്തിലാണ് ഇതിനെ ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഒക്ടോബർ മാസത്തിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്ന എല്ലാ ജില്ലകളിലുമുള്ള വികസന സെമിനാർ വിഷൻ 2030 എന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന വികസന സെമിനാറിൽ ഏറ്റവും അധികം വിവാദമായ ഒന്നാണ് ന്യൂനപക്ഷ സെമിനാർ നടത്തുക എന്നുള്ളത്. ഈ ന്യൂനപക്ഷ സെമിനാർ നടത്തുന്നതിനെ സ്വാഗതം ചെയ്ത ഒരു പാർട്ടിയാണ് IUML അതിൽ പങ്കെടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഒരു ചരടുവലി അത് CPMലേക്ക് അല്ലെങ്കിൽ LDF മുന്നണിയിലേക്ക് മുസ്ലിം ലീഗിനെ ചരട് വലിച്ച് കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു ചർച്ച അന്ന് മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് കഴിഞ്ഞ 2 ടൈമിലായി ഈ പ്രതിപക്ഷത്തിരിക്കുകയാണ് IUML. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ല, പക്ഷെ നല്ല പർച്ചേസിങ് കപ്പാസിറ്റിയും ബാർഗൈനിങ് പവറും ഉണ്ട്. അത് ഇനിയും എടുക്കാനുള്ള സ്കോപ്പും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകാനുള്ള LDFിലേക്ക് പോകാനുള്ള സാധ്യതകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, ആരാണ് മുഖ്യമന്ത്രി എന്നൊരു ചർച്ചകൾ മാത്രമാണ് UDFന്റെ മുന്നണിയിൽ നടക്കുന്നത്. അല്ലാതെ ആര് ഇലക്ഷൻ നയിക്കുമെന്നോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് തീരുമാനിച്ചില്ലെങ്കിലും നീ മുഖ്യമന്ത്രി ആയിക്കോ, എന്നാൽ എനിക്ക് ആഭ്യന്തരം, ഞാൻ അന്ന് ആഭ്യന്തരമായ, അവന് വനംവകുപ്പ്, ഇവന് വിദ്യാഭ്യാസം എന്ന വീതം വെപ്പുകൾ നടക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. അത് UDFന്റെ ഗതികേടാണ്, അവരതിൽ നിന്ന് മാറത്തുമില്ല. അപ്പം ഇങ്ങനൊരു UDFൽ ഇനി തുടരണമോ വേണ്ടയോ എന്നുള്ള ലീഗിന്റെ ആശങ്കകൾ കൂടി ഉണ്ടെന്നുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. എന്താണ് ആശിക്കാൻ തോന്നുന്നത്? അതായത് അടിസ്ഥാനപരമായി ലീഗ് കളം മാറാൻ പോവുകയാണോ എന്നൊരു ചോദ്യം. കാര്യം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് ശിഹാബ് അലി തങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാവണ്ടേ? ഇവിടെ UDF ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ക്യാമ്പയിനുകളിലാണ്. അല്ലാതെ ആരാണ് മുഖ്യമന്ത്രി,
ഇനി വരുന്ന ആർക്കൊക്കെ എന്തൊക്കെ പദവി കൊടുക്കണം എന്നതിലല്ല. ഇപ്പോൾ CPM-ന്റെ ഒരു സ്ട്രാറ്റജി എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ കയറി വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു മന്ത്രിസഭയെ അല്ല നമ്മൾ കണ്ടത്. കാരണം അവർ വ്യക്തമായി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തരി പോലും അത് ജനങ്ങളിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരുപക്ഷെ ജനങ്ങൾ കരുതി കാണും ഒരു വനിത മുഖ്യമന്ത്രി ആരാകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. മുഖ്യമന്ത്രി ആരാണെന്ന് ഉറപ്പാണെങ്കിലും വനിത പ്രാതിനിധ്യം, ഇപ്പോൾ KK ശൈലജ ടീച്ചറുടെയൊക്കെ ഒരു സാന്നിധ്യം ആ മന്ത്രിസഭയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ ഇത്രയും നെഞ്ചും വിരിച്ച് കയറി വരാൻ കാരണമായത്. അവരെ എല്ലാം തഴഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയിലുള്ളവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുകയും പുതിയ ആളുകളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അത് ഒരുപാട് കാര്യങ്ങൾ വൻ പരാജയമായി പോയെങ്കിലും അതിന്റെ പേരിൽ മുമ്പൊരു ചർച്ചയോ അല്ലെങ്കിൽ ഇലക്ഷനെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ചെലുത്തുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വാർത്തകളോ ഒന്നും പുറത്തു വന്നില്ല. എല്ലാം CPM വളരെ ഭംഗിയായിട്ട് ഡീൽ ചെയ്തു. പക്ഷേ അത്തരത്തിലൊരു ഡീലിങ്സ് ഒരിക്കലും UDF-ൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഒരാൾ ഒരു തീരുമാനമെടുക്കുന്നു, അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരാൾ തീരുമാനമെടുക്കുന്നു. കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ പണി വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തർ ചെയ്യുന്നത്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള് മികച്ചു നിൽക്കണം, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് സ്ത്രീകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാവണം. അങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റജി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന ഒരു അവസ്ഥയാണ് UDF-ൽ കണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസെല്ലാം പൊന്തി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രസംഗത്തിൽ അങ്ങനെ ഒരു പരാമർശം ചിലപ്പോൾ നടത്തി കാണും, ഇങ്ങനെ അത്രയും കാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു കാണും. പക്ഷേ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ മുസ്ലിം ലീഗിൽ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ നേതാവ് മുഖ്യമന്ത്രിയായാൽ എന്താണ് കുഴപ്പം എന്ന് ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ തന്നെ സൃഷ്ടിക്കാൻ, അവർക്കിടയിൽ തന്നെ ഇപ്പോൾ ഉറപ്പായും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദമൊന്നും മുസ്ലിം ലീഗിൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് UDF-ന്റെ കേന്ദ്ര നേതൃത്വത്തെ തന്നെ വഹിക്കുന്ന തരത്തിലേക്കൊക്കെ ചിലപ്പോൾ മാറും. കാരണം അവർക്ക് ഒരുപാട് നേതാക്കളുണ്ട്. അപ്പോൾ നേതാക്കൾ മാത്രമേ, എല്ലാവരും നേതാക്കളാണ്. അപ്പോ മുസ്ലിം ലീഗിൽ നിന്ന് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരില്ല. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആവാൻ വരെ യോഗ്യതയുള്ള ആളാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആഭ്യന്തര വകുപ്പെല്ലാം കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെല്ലാം വാങ്ങിച്ചെടുക്കുന്ന രീതിയിലേക്ക് മാറ്റാം. ഇനി കൊടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടായി പലതരത്തിൽ CPM ഈ മുസ്ലിം ലീഗിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ ബാബറി മസ്ജിദിന്റെ കേസെല്ലാം വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കാനായി പല പ്രതിഷേധ യോഗങ്ങളിലേക്കും അവരെ ക്ഷണിക്കുന്നതും അത് കൂടെ നിർത്താൻ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു തരത്തിലും CPM-ലേക്ക് പോകാൻ ഒരു താല്പര്യം കാണിക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണം. ഇപ്പോൾ NSS-ഉം അതുപോലെ തന്നെ SNDP എല്ലാം കൂടെ ചേർന്നു, CPM-നൊപ്പം ചേർന്ന് കഴിഞ്ഞു. ഇനി വേണ്ടത് മുസ്ലിം ലീഗ് കൂടെ വന്നാൽ ഉറപ്പായും അടുത്ത ഭരണം പിണറായി 3.0 എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ന്യൂനപക്ഷങ്ങളെല്ലാം പ്രീതിപ്പെടുത്തി, ഇപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകളെ പ്രീതിപ്പെടുത്തി കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലവർ വ്യക്തമായി വിജയിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ UDF-ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ ചെയ്യുന്നതിനെ എതിർക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ ഇവർക്കിതിന് വ്യക്തമായ ഒരു ഉത്തരം പറയാനില്ല. ഇങ്ങനെ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മറുപടി പറയാൻ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ സാധിക്കുന്നില്ല. അവർ പറയുന്നത് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സംസാരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചകളൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്കിടയിൽ വളരെ ഐക്യം നിലനിൽക്കുന്നുണ്ട് എന്നെല്ലാമാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, ഇപ്പോൾ NSS-ഉം SNDP-യുമായെല്ലാം UDF നല്ല ബന്ധത്തിൽ തന്നെയാണുള്ളത്, അവരെല്ലാം സമദൂരം ചിന്തിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് തന്നെ UDF-നോടൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് അവരെല്ലാം ഉദ്ദേശിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു പരാമർശം നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ UDF-നെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ആ ഒരു ആശയത്തോട് മാത്രമുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്, അല്ലാതെ UDF-നോട് മൊത്തമായി അവർക്കൊരു അമർഷവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോ NSS ഇന്നലെ എടുത്ത ഒരു നിലപാട്, ഈ പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് NSS-ൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ഒരുപാട് പൊട്ടിത്തെറികൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. പലരും രാജിവെച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. ഇത് വ്യക്തമായി, അല്ലെങ്കിൽ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ UDF-ന് കഴിഞ്ഞാൽ NSS-നെ കൂടെ നിർത്താൻ UDF-ന് കഴിയില്ലേ? ഇപ്പോൾ ഒരുവിധം ആളുകളെല്ലാം അവരുടെ NSS-ലുള്ള ആളുകൾ തന്നെ ഈ അവരുടെ നേതാവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അത് വ്യക്തമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ
ഈ തൊഴുത്തിക്കുത്ത് ഒഴിവാക്കി ഈ സമയം വ്യക്തമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്തരം ഉപയോഗപ്പെടുത്തലുകളാണ് CPM-ഉം അതുപോലെ തന്നെ LDF മുന്നണിയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് ആളുകൾ ചേർന്ന് നിൽക്കുന്നതും. എങ്ങനെയാണ് ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം. അതിന് അവരുടെ ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ ഇലക്ഷൻ ക്യാമ്പയിനും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് കൃത്യമായി നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പിണറായി വിജയൻ നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടത്. അപ്പോ അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഇലക്ഷനെ എങ്ങനെ നേരിടണം, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ 5 വർഷം കഴിഞ്ഞ് വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അതെ, ആ ഒരുക്കത്തിന്റെ ഭാഗമായി അവർക്കിടയ്ക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കാം. പക്ഷേ ഇലക്ഷൻ മുന്നിൽ കണ്ടായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ കിറ്റ് കൊടുക്കുക, ആളുകളെ ഒന്ന് സുഖിപ്പിച്ച് വെക്കുക. ഇലക്ഷൻ എടുക്കാറാവുന്ന സമയത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു അയ്യപ്പ സംഗമം. അപ്പം NSSനെ അടുപ്പിക്കാൻ സാധിച്ചോ എന്നുള്ളത് സംഘടന എന്ന രീതിയിൽ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ വിശ്വാസികൾക്കിടയിൽ ഇപ്പോഴും ഒരു ബയാസ്ഡ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന ആഷിഖിൻ്റെ പോയിന്റ് വളരെ വാലിഡ് ആണ്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, അവർക്കൊരു ബാർഗനിങ് കപ്പാസിറ്റി ഉള്ളൊരു പാർട്ടി. എത്ര നാളിങ്ങനെ ഒന്നും പറയാനില്ലാതെ വായു അടച്ചു വെച്ച് നിയമസഭയിൽ ചെന്നിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിലേക്ക് വരണം. ആ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. മാത്രമല്ല കേരളമാണ് എല്ലാവരും പ്രതീക്ഷിച്ച് കാണും. അത് CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും അത് UDF-ലെ മറ്റ് ഏതെങ്കിലും അണികളായാലും കോൺഗ്രസ് ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രതീക്ഷ ഇനിയുള്ളത് കേരളത്തിലാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തലത്തിലും ഒക്കെയുള്ള അവസ്ഥയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ലീഗ് സത്യത്തിൽ നിർണായക ശക്തിയാകും. BJP-യെ പോലെ തന്നെ കുറച്ച് ഒരു 10 സീറ്റുകൾ അവർ പിടിച്ചാൽ, അവരിങ്ങോട്ട് വരാൻ സന്നദ്ധമാണെങ്കിൽ വീണ്ടും കോൺഗ്രസിന് അപ്പുറത്തിരിക്കാം, ഇപ്പുറത്തെ ലീഗും ഇരിക്കാൻ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ അതൊക്കെ സംഭവിക്കാനുള്ളതൊക്കെ നിരീക്ഷണങ്ങളാണ്. നടന്നിട്ടുമുണ്ട്, നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഇനി BJP ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരനെ അടക്കം കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ ഇലക്ഷൻ മാജിക് നടത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ കുറച്ചുകൂടി അകന്നു പോകുന്ന കാര്യങ്ങളാണ്. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുടെ ഈ രാഷ്ട്രീയ അഹങ്കാരം കണ്ടിട്ട് ആളുകൾ പിറകോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനും കൂടിയുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ആശിക്ക്. അതായത് ഇലക്ഷന് തൊട്ട് മുന്നേ നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നവർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും മുൻതൂക്കം കിട്ടുക ആ ഇലക്ഷന് മുന്നേ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.